ഹായ് ഫ്രണ്ട്സ്, ഒരു ഒരു ഗംഭീര ടി വി ആണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നിങ്ങൾ ടി വി കാണുന്ന ആൾക്കാരാണെങ്കിൽ, ടി വി കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ടി വികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊരു ഒന്നൊന്നര ടി വി ആണ്, അതായത് 4K ടി വി ആണ്. സോ ഒരു ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് അപ്പം തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ ഒപ്പം ഡോൾബി അറ്റ്മോസ് ടി വിയുടെ സ്പീക്കറിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ, 144 ഹെർട്സിന്റെ വരെ റീഫ്രഷ് റേറ്റ് വരുന്ന ഗെയിമിങ്ങിനടക്കം പറ്റുന്ന ഒന്നാം തരം ടി വി ആണ്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ആലോചിക്കാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന്. സോ ടോപ്പ് ക്വാളിറ്റി ടി വി ഒരെണ്ണം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. സാംസങ്ങിന്റെ നിയോ QLED ടി വി ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ടി വിയുടെ പ്രത്യേകതകൾ, നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ് പറയാറുള്ളത്, ബട്ട് ഇത്തവണ ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി പറയാൻ പോവാണ്. ഡിസ്പ്ലേ, ഓഡിയോ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. കാരണം ഈ രണ്ട് മേഖലയാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗംഭീര ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല. നല്ല ഷാർപ്പായ ഡീറ്റെയിൽഡ് ആയ ഒരു ക്വാളിറ്റി, നല്ല വൈബ്രന്റ് ആയ, നല്ല ഡീപ്പ് ബ്ലാക്ക് ഒക്കെയുള്ള ഒന്നാം തരം ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. 4K ടി വി ആണ്. 100 ഹെർട്സ് ടു 144 ഹെർട്സ് വരെ ഇതിന്റെ റീഫ്രഷ് റേറ്റ് ഉയരും. സോ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. HDR10+ സർട്ടിഫിക്കേഷൻ ഒക്കെയുള്ള നല്ല വിഷ്വൽ, നല്ല വൈബ്രന്റ് ആയ വിഷ്വൽസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണത്. ക്വാണ്ടം മാട്രിക്സ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡീറ്റെയിൽഡ് ആയ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ടെക്നോളജി വരുമ്പോഴുള്ള ഗുണം, നല്ല ബെറ്റർ ആയ, ബ്രൈറ്റർ ആയ ഒരു ഡിസ്പ്ലേ ആയിരിക്കും. നല്ല വൈബ്രന്റ് ആയ കളേഴ്സ് കിട്ടും, ഡീപ്പസ്റ്റ് ബ്ലാക്കും കാര്യങ്ങളും കിട്ടും. നല്ല ഷാർപ്പറായ, ഡീറ്റെയിൽഡ് ആയ, എൻഹാൻസ്ഡ് സെറ്റപ്പ് ആണിത്. നല്ല കോൺട്രാസ്റ്റി ആയ ലുക്ക്, ഓവറോൾ ഗംഭീര ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഈ ടി വി എനിക്ക് തന്നത്. ഇതിന്റെ ലൂമിനസ് സ്കെയിലും കാര്യങ്ങളും ഒക്കെ മുമ്പത്തെ ഇതിന്റെ വേർഷനേക്കാൾ, 2021 വേർഷനേക്കാൾ 4 ഇരട്ടി ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് കണ്ടാലും തോന്നും കേട്ടോ, നല്ല ഒന്നാം തരമായിരിക്കുന്നു കാര്യങ്ങൾ. നിയോ ക്വാണ്ടം പ്രൊസസർ 4K ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് 4K കണ്ടന്റുകൾ അധികം കിട്ടാനില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈവൻ നമ്മുടെ 4K കണ്ടന്റ് അല്ലാത്ത വീഡിയോസ് ആണ് ഇതിനകത്ത് വരുന്നെങ്കിൽ പോലും, 4K അല്ലാത്തതാണെങ്കിൽ പോലും അതിനെ അപ്സ്കെയിൽ ചെയ്തൊരു 4Kയുടെ ഒക്കെ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശേഷിയും ഈ ഒരു പ്രൊസസറിനുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടന്റുകൾ 4Kയിൽ ഇല്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. നല്ലൊരു ക്വാളിറ്റി ലെവൽ എപ്പോഴും നമുക്കിത് തരും. അത് സാധ്യമാക്കുന്നത് ഇതിന്റെ AI ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. സോ അത് നമുക്ക് ഓൾറെഡി അറിയാം. ആ ഒരു ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. AI ബേസ്ഡ് എൻഹാൻസ്മെന്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഐ കംഫർട്ട് മോഡ് പോലുള്ള കാര്യങ്ങൾ ഈ റിമോട്ട് വെച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് ഒക്കെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ ഐക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ആ മോഡ് ഇട്ടുകൊണ്ടും ഇത്തിരി നൈറ്റ് സിറ്റുവേഷനിലൊക്കെ കാണുമ്പോൾ വേണമെങ്കിൽ ആ ഒരു മോഡിലും കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ടോട്ടലി ഒരു ഗ്രേറ്റ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഈ ഒരു ടി വി നമുക്ക് തരുന്നത്. അതാണ് ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ച് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ഇനി ഇതിന്റെ സൗണ്ടിനെ കുറിച്ച് പറയാം. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോൾബി അറ്റ്മോസ് സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ സപ്പോർട്ട് ചെയ്യുന്ന പറയല്ല, ഇതിന് ടോപ്പ് ഓഡിയോ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലൊക്കെ സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓഡിയോ എന്ന് പറയുന്നത് ഓഡിയോ ട്രാക്കിംഗ് അടക്കമാണ് വരുന്നത്. അതായത് ഒരാൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ അപ്പുറത്തും കേൾക്കാം. ഇത് സ്റ്റീരിയോ സെറ്റപ്പ് അല്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഇപ്പുറത്തും അപ്പുറത്തും മാത്രം സൗണ്ട് കേൾക്കുന്ന സംവിധാനം, രണ്ട് സൈഡിൽ നിന്ന് മാത്രമല്ല, ഈവൻ മുകളിൽ നിന്നാണ് ആ ഒരു സൗണ്ട് സോഴ്സ് എങ്കിൽ സൗണ്ട് മുകളിൽ നിന്ന് കേൾക്കും. ഞാൻ പറഞ്ഞ ടോപ്പ് ചാനലുകളുടെ ഒരു ഗുണമാണത്. സോ ഒരു സറൗണ്ടിങ് സൗണ്ട് സെറ്റപ്പ്, 3D സറൗണ്ട് സൗണ്ട് എന്ന് പറയുന്ന സംവിധാനം ഈ ടി വിയിൽ തന്നെയുണ്ട്. ഇത് കൂടാതെ ഡോൾബി അറ്റ്മോസ് വയർലെസ് സംവിധാനത്തിലും സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്ക് ഈ ഒരു ടി വിയിൽ നിങ്ങൾ വയർലെസ് ആയിട്ടുള്ള സ്പീക്കർ സെറ്റപ്പാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അതിനകത്തുകൂടി നിങ്ങൾക്ക് ഡോൾബി സൗണ്ട് തരുന്ന ഒരു സംവിധാനം ഈ ടി വിയിലുണ്ട്. ഇതും കൂടാതെ ഒരു സൗണ്ട് ബാർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ടി വിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു HDMI കേബിൾ വഴി നമ്മൾ സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്താൽ സൗണ്ട് ബാറിൽ നിന്ന് സൗണ്ട് വരും. അത് തന്നെയാണല്ലോ വേണ്ടതല്ലേ. ബട്ട് ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. ടി വിയിൽ നിന്നും സൗണ്ട് വരും, സൗണ്ട് ബാറിൽ നിന്ന് സൗണ്ട് വരും. രണ്ടും ഒരുമിച്ച് കൊണ്ട് Q സിംഫണി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലൂടെ രണ്ടിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ മൊത്തത്തിൽ ടി വിയിൽ നിന്നുള്ള സൗണ്ട്, അതിന്റെ ആ ഒരു സറൗണ്ടിങ് എക്സ്പീരിയൻസും കിട്ടും. സൗണ്ട് ബാറിന്റെ ആ ഒരു പവറും നമുക്ക് കിട്ടും. ടോട്ടലി Q സിംഫണി എന്ന് പറയുന്ന സംവിധാനവും മനോഹരമായിട്ട് വർക്ക് ചെയ്യും. സാംസങ്ങിന്റെ സൗണ്ട് ബാർ തന്നെ വാങ്ങണം. അപ്പോൾ ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏത് സൗണ്ട് ബാറാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട് ആ സൗണ്ട് ബാർ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിച്ചോളൂ. എല്ലാ സൗണ്ട് ബാറും ഈ പറഞ്ഞ സംവിധാനം സപ്പോർട്ട് ചെയ്യില്ല. സോ ടോട്ടലി ഇതിന്റെ സൗണ്ട് എക്സ്പീരിയൻസും എക്സലന്റ് ആണ്. സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇനി ബിൽറ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല
പ്രീമിയം ബിൽറ്റ് ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല കാര്യത്തിൽ. നല്ല അസലും മെറ്റൽ ബിൽറ്റ് ക്വാളിറ്റി. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഡീസൻ്റ് ആയ സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു രക്ഷയില്ല. ഫ്രണ്ടിലാണെങ്കിൽ ബെസിൽലെസ്, കംപ്ലീറ്റ് ബെസിൽലെസ് ടി വി ആണ്. താഴെ സാംസങ്ങിന്റെ ഒരു ബ്രാൻഡിങ് നിങ്ങൾക്ക് കാണാം, അത് മാത്രമാണ് അവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഒരു ബെസിൽലെസ് ടി വി എന്ന രീതിയിൽ തന്നെ ഇത് നിൽക്കുന്നുണ്ട്. റിയർ സൈഡിലെ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ USB പോർട്ടുകളും കാര്യങ്ങളും വരുന്നുണ്ട്, HDMI പോർട്ടുകൾ 3-4 വരുന്നുണ്ട്, ARC സംവിധാനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ, LAN എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒന്നും നിങ്ങൾക്ക് ഒരു ഇഷ്യൂവേ ആവാൻ പോകുന്നില്ല, ഫുൾ സെറ്റാണ്. സോ മൊത്തത്തിൽ ഈ ഒരു ടി വിയുടെ ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളും കാണുമ്പോൾ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇത് എടുത്ത് സെറ്റ് ചെയ്യാനും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ, അതിന് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി കയ്യിൽ പിടിക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സ്റ്റാൻഡ് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഗംഭീരമായി. പക്ഷെ അത് കൊണ്ടുവന്ന് വെക്കാൻ ഞാൻ ഇച്ചിരി പാടുപെട്ടു. സംഗതി എന്തായാലും കൊള്ളാം, അസല് ബിൽറ്റ് ക്വാളിറ്റിയാണ്. ഇനി ഇതിൻ്റെ ഫീച്ചറുകൾ, സ്മാർട്ട് ഫീച്ചറുകൾ. നമ്മൾ ഇതിൻ്റെ ഹോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ മുകളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ താഴെ നമ്മുടെ ഓരോരുത്തരുടെയും ഇതിൽ എത്ര യൂസേഴ്സിനെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഓരോ യൂസേഴ്സിനുള്ള പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ വരും. സോ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ടന്റൊക്കെ ആസ്വദിക്കാം. പിന്നെ സെർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി സെർച്ച് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഇതിന്റെ വോയിസ് അസിസ്റ്റന്റ്, റിമോട്ട് വഴി വോയിസ് അസിസ്റ്റന്റ് വെച്ചുകൊണ്ട് ഗൂഗിൾ അസിസ്റ്റന്റോ മൾട്ടി വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ആമസോൺ അലക്സ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ അസിസ്റ്റന്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സാംസങ്ങിന്റെ ബിക്സ്ബിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോയിസ് അസിസ്റ്റന്റിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. സാംസങ് TV പ്ലസ് നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, 75+ ചാനലുകൾ വരുന്നുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല, മന്ത്ലി ചാർജസ് ഒന്നും വരുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് 75-ലധികം ചാനലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനകത്ത് വീഡിയോ കോളിംഗ്, നമുക്ക് സ്ലിം ഫിറ്റ് ക്യാം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യാം. ഇതിന്റെ മുകളിൽ ചെറുതായിട്ട് നൈസായിട്ട് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ലിം ഫിറ്റ് ക്യാമറ എന്ന് പറയുന്ന സംവിധാനമുണ്ട് സാംസങ്ങിന്റെ കയ്യിൽ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങിച്ച് ഇതിന്റെ പുറകിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ കോളിംഗ് പോലുള്ള കാര്യങ്ങൾ ഇതിന്റെ സെന്ററിൽ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നൈസായിട്ട് ചെയ്യാം. ഈവൻ നിങ്ങളുടെ ഫോണും ക്യാമറയായിട്ട് ഇതിന്റെ ഈ TVയുടെ ക്യാമറയായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് TVയുടെ ക്യാമറയായിട്ട് ഫോൺ ക്യാമറയും നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കാം. അതിനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫോണും കാര്യങ്ങളും കണക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ അപ്പോൾ എൻ്റെ ഈ ഗാലക്സി ഫോൾഡ് കണക്ട് ചെയ്യണമെങ്കിൽ സ്മാർട്ട് വ്യൂ എന്ന് കൊടുക്കുന്നു, TV സെലക്ട് ചെയ്യുന്നു, സ്റ്റാർട്ട് നൗ എന്ന് കൊടുത്താൽ കണക്റ്റിംഗ് എന്ന് മുകളിൽ എഴുതി കാണിക്കും. പ്രതാപ് C Fold 4 എന്ന് കാണിക്കുന്നു, സംഗതി ഇതാ റെഡി. ഗെയിം അടക്കം നമുക്ക് ഈസി ആയിട്ട് കളിക്കാം. ഇപ്പം ഞാൻ അസ്ഫാൾട്ട് കൊടുക്കുകയാണ്, കണ്ടോ ഗെയിമും റെഡി. പിന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഗെയിമിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടുന്ന എല്ലാ ഫീച്ചറുകളും ഗെയിം ബാർ 2.0 എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. സോ അതൊക്കെ വെച്ചുകൊണ്ട് ഗെയിമിംഗ് ഫീച്ചറുകൾ അടക്കം ഗംഭീരമായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് TV കൂടിയാണ് ഈ പറയുന്ന സാംസങ്ങിന്റെ നിയോ QLED 4K TV. പിന്നെ ഇതിൽ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. QN95B എന്ന് പറയുന്ന മോഡലിലും QN90B എന്ന് പറയുന്ന മോഡലുകളിലൊക്കെയാണ് ഇത് വരിക. 50 ഇഞ്ചിന്റെ സൈസിലാണ് ഇത് കിട്ടുക എന്നാണ് അറിയുന്നത്. സോ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അപ് ടു 144 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ള മോഡൽ ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക. എങ്കിലാണ് നിങ്ങൾ ഗെയിമിലൊക്കെ ഈ ഒരു റീഫ്രഷ് റേറ്റിന്റെ ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഉപകാരത്തിലേക്ക് വരുള്ളൂ. സോ ഗെയിമിംഗ് TV ആയിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാം. ഇനി ഇതിന്റെ മൊത്തം കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഈ സംവിധാനം ഒരു കുഞ്ഞ് റിമോട്ടാണ്. ഈ റിമോട്ട് സോളാർ റിമോട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഇത് സോളാർ ആണ്. നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ചാർജ് ചെയ്യണമെങ്കിൽ താഴെ Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. ബട്ടൺസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പവർ ഓഫ് ബട്ടൺ, പിന്നെ നമ്പർ, അതേപോലെ വോയിസ് അസിസ്റ്റന്റിനെ ഉപയോഗിക്കാനുള്ള ബട്ടണാണ്. അതേപോലെ ബാക്കി റിവേഴ്സ്, ഹോം, പിന്നെ സാംസങ് TV പ്ലസിനുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺ, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ അതും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ടൈപ്പിലുള്ള ഒരു റിമോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു TV എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാം കൊണ്ടും ടോപ്പ് ലെവൽ ക്വാളിറ്റിയിലാണ് ഈ ഒരു TV വരുന്നത്. സോ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഇനി ഇത് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണം, ഏത് പ്രൈസിൽ വേണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. 50, 55, 65, 75, 85 എന്നുകൊണ്ട് എല്ലാ സൈസിലും ഈ TV അവൈലബിൾ ആണ്. പ്രൈസും കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ടോപ്പാണ് എൻ്റെ ആഗ്രഹം. അതായത് 85 ഇഞ്ചിൻ്റെ സൈസ് വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. സംഗതി വെക്കാൻ ഇവിടെ സ്ഥലമൊന്നുമില്ല, എന്നാലും ആഗ്രഹിക്കണമല്ലോ. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഉയരത്തിലേക്ക് സ്വപ്നം കണ്ടാലാണ് നമ്മളെ ഏറെക്കുറെ അവിടേക്കൊക്കെ എത്തുക എന്നുള്ളതല്ലേ. സോ അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന് കുറവൊന്നും വരുന്നില്ല. 85 തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.